കെ വി രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, സഹികെട്ട ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ അവരെ സമവായത്തിലെത്തിച്ച് വിശ്വാസത്തിലെത്തിച്ചുകൊണ്ടൊരു തീരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സർവകക്ഷി യോഗമൊക്കെ ചേരുന്നുണ്ട്, ജനപ്രതിനിധികളുടെ സാന്നിധ്യമുണ്ട്. ഏത് രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് രാഹുൽ? പ്രതീക്ഷ ആളിക്കത്തിയ പ്രതിഷേധമാണ്. മൃതദേഹവുമായി വന്ന ആംബുലൻസുകൾ തടഞ്ഞുള്ള പ്രതിഷേധം 3.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 2:30 കൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആറളത്തേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം കൂടി വീട്ടിലേക്കുണ്ട്. പക്ഷേ നാട്ടുകാർ സംഘടിച്ച് ആംബുലൻസുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികൾ വന്നു, ഉദ്യോഗസ്ഥരൊക്കെ ചിലർ വന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കുറേ ആളുകൾ ആംബുലൻസുകൾക്ക് മുൻപിൽ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധം തുടരുകയാണ്. അവരാവശ്യപ്പെടുന്നത് വനം മന്ത്രി സ്ഥലത്തേക്ക് വരണം, ഇനി ഒരാൾക്കും കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകില്ലെന്ന ഉറപ്പ് നൽകണം, ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ്. ഇവരെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ജില്ലാ കലക്ടർ സ്ഥലത്ത് വന്നു, കെ സുധാകരൻ MP അടക്കം വന്നു. പക്ഷേ പ്രതിഷേധം ആ രീതിയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം മന്ത്രി ഇങ്ങോട്ടേക്ക് വരാതെ നിങ്ങൾ ഒരു രക്ഷയില്ല. മന്ത്രി വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കാതെ ഈ ബോഡി ഇവിടുന്ന് എടുക്കുന്ന പ്രശ്നമില്ല. ആംബുലൻസ് മുന്നോട്ട് ഒരടി പോലും നീക്കാൻ വിടില്ല. ആർളം ഫാമിലെ ആദിവാസി ജനതയ്ക്ക് വേണ്ടി ഇനി പുറത്തുനിന്ന് ഒരു കുഞ്ഞുങ്ങൾ വന്നാലും നമ്മൾ അനുനയ ചർച്ചയ്ക്കില്ല. മന്ത്രി ഇവിടെ എത്തണം. മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള യോഗം അവിടെയല്ല വെക്കേണ്ടിയിരുന്നത്. ഇവിടെ സർവകക്ഷി യോഗമായിരുന്നെങ്കിൽ ഇവിടെ വെക്കണമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടത്തണമായിരുന്നു. സാമാന്യമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ നടത്തുമായിരുന്നു അത്. അപ്പൊ ഈ ജനങ്ങളെ പേടിച്ചുള്ള ഒളിച്ചോട്ടല്ലേ? വോട്ട് ചോദിക്കാൻ മാത്രം ചിരിച്ചോണ്ട് ആദിവാസികളുടെ ഇടയിലേക്ക് വന്നാ പോരാ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും കൂടി നടത്തണം. പൊതുപ്രവർത്തനം, ഒരാൾ മരിച്ച 2 ബോഡി 24 മണിക്കൂറായി ഈ വഴി കിടക്കുന്നു. എന്നാൽ പൊതുപ്രവർത്തനം എന്നും പറഞ്ഞ് എഴുതി വിട്ടിട്ട് പോവല്ല വേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയ പാർട്ടിനെ മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ച് സർവകക്ഷി കൂടുവല്ല വേണ്ടത്. ജനങ്ങളുടെ അടുത്ത് വരണമായിരുന്നു, ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കണമായിരുന്നു, ജനങ്ങളുടെ വാക്ക് കേൾക്കണമായിരുന്നു. എവിടെ പോയി മന്ത്രി? മന്ത്രി എന്താ അങ്ങ് ഉഗാണ്ടയിലായിരുന്നോ? അതാ ചന്ദ്രന് പോയോ മന്ത്രി? ഒടുവിലായി 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനു മുൻപും പല ആളുകൾക്കും ആ സമയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെ ഇതിനു മുമ്പ് നടന്ന ഇനി ഇങ്ങനെ ഒരു ഭൂമി ഇവിടെ ഉണ്ടാവില്ല. അടിക്കാട് തെളിക്കും. പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒന്ന് ഇവർ ആറളം ഭൂമിയിൽ നടപ്പാക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. ഞങ്ങൾ ഈ ബോഡി 24 മണിക്കൂർ ഇവിടെ വെച്ചോണ്ടിരിക്കില്ലായിരുന്നു. മന്ത്രിക്ക് ഇവിടുന്ന് ഈ ബോഡി വിട്ടു, ഈ ബോഡി മറവ് ചെയ്യണം, അല്ലെങ്കിൽ ആദിവാസി ജനതയെ കഷ്ടപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെ എത്തുന്നതിന് മുമ്പ് മന്ത്രി ഇവിടെ സർവകക്ഷി യോഗം കൂടുമായിരുന്നു. ഇതിനൊരു തീരുമാനമാക്കി ഈ ബോഡി വന്ന പാട് നമ്മൾ ഇവിടെ ഇത് മറവ് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട് മന്ത്രി ഇത്രയും കാലമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല? ഇത്ര നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല? മന്ത്രിക്ക് ജനങ്ങളുടെ വോട്ട് മാത്രം മതിയോ? വേറൊന്നും വേണ്ട? മന്ത്രിക്ക് ജീവൻ വേണ്ട? മന്ത്രിക്ക് ആദിവാസി ജനങ്ങളുടെ ജീവന് വിലയില്ല? ഇന്നലെ രാത്രിയും അല്ല ഇന്നുമായിട്ട് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരാളും വന്നിട്ടില്ല. DFO നേരത്തെ വന്ന് മുഖം കാണിച്ചിട്ട് പോയി. വേറെ ഒരു കാര്യം ഇവരോടോ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോടോ ആദിവാസി ജനതയോടോ അദ്ദേഹം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാവരും എവിടെ പോയി? ആറാട്ടിലുണ്ടായിരുന്നത് എവിടെ പോയി? നമ്മളിപ്പോൾ ഒരു വെയിലത്ത് രാവിലെ മുതൽ ഈ ബോഡി വന്നിട്ട് ഇപ്പോൾ 3-4 മണിക്കൂർ കഴിഞ്ഞു. നമുക്കറിയാം ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ബോഡിയുടെയും ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അറിയാം. ഈ 10-15 എണ്ണത്തിനെ കൊന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇത് വിഷമം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇവർ പറയുന്ന വാക്ക് വിശ്വസിച്ചിട്ട്. പക്ഷെ ഇനി നമുക്ക് ഇവരുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റൂല. മന്ത്രി ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് തീരുമാനം അറിയിക്കണം. നമുക്ക് വേണ്ട വിധത്തിൽ എന്താ ആനമതിൽ പണിയാന്ന് പറഞ്ഞു. ആനമതിൽ പകുതി വഴിക്കിട്ടിട്ട് പോയി. അവരെ മാറ്റട്ടെ. ആർക്കാണോ ടെൻഡർ കൊടുത്ത് അവരെ മാറ്റി 3 മാസത്തിനുള്ളിൽ ആനമതിൽ പണിത് ആനനെല്ലാം ഉള്ളിൽ കയറ്റട്ടെ. വേറെ ആളില്ലേ ഇവിടെ? ഈ ഒരു ലേബർമാർ മാത്രമേ ഉള്ളോ? അല്ലല്ലോ. ഇതിലും സ്വസ്ഥമായി ജീവിക്കാൻ ഒരു അവസരം ഒരുങ്ങാതെ നിങ്ങൾ സമരത്തിൽ നിന്ന് പ്രതിഷേധത്തിന് പിന്നോട്ടില്ല അല്ലേ? ഇല്ല. വേറെ എന്തൊക്കെയാ ആവശ്യങ്ങൾ? ആവശ്യം ഈ പറഞ്ഞ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആനമതിൽ പെട്ടെന്ന് പൂർത്തിയാക്കുക. അത് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം. കാരണം മനുഷ്യന്റെ ആയുസിന്റെ കാര്യം തന്നെ ഏത് നേരം ആയാലും അത് എടുക്കും. എന്നാലും ജനിപ്പിച്ച പിള്ളേരുണ്ട്, അവരെ സ്കൂളിൽ വിടണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ ഇന്ന് ഞാൻ വന്ന് കണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് കറണ്ട് ഇല്ല, വെട്ടമില്ല, അതൊക്കെ സിറ്റുവേഷനായിരുന്നു. പിന്നെ ജീവിതമാർഗം വളരെ കുറവാണ്. അതൊക്കെ കഷ്ടപ്പാടായിരുന്നു.
എനിക്ക് ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആവശ്യം, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ആവശ്യം ആനമതിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. ഞങ്ങളുടെ ജീവനിൽ ഒരു സുരക്ഷിത തരുക, അത്രയും വേണം. പൊറുതിമുട്ടിയ ജനങ്ങളാണ്, പലതവണ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതിലൊന്നും അനുകൂലമായ ശരി രാഹുൽ, അടിയന്തരമായി അവരുടെ പ്രശ്നങ്ങൾക്ക് ആശങ്കകൾക്ക് തീരുമാനം വേണം. കാരണം 2 പേർ മരിച്ച സംഭവമാണ് ഇപ്പോൾ.